ചോദ്യോത്തരവേളയിൽ കേന്ദ്രമന്ത്രിയെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിമർശിച്ച വാർത്ത ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ചോദ്യോത്തരവേളയിൽ പോക്കറ്റിൽ കൈവച്ച് സംസാരിച്ചതിനാണ് മന്ത്രിയെ സ്പീക്കർ വിമർശിച്ചത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മിസ്റ്റർ മിനിസ്റ്റർ, ദയവായി നിങ്ങളുടെ കൈ പോക്കറ്റിൽ നിന്ന് മാറ്റുക എന്നാണ് സ്പീക്കർ നിർദ്ദേശിച്ചത്. എന്തൊക്കെ സംഭവങ്ങളാണ് ലോക്സഭയിൽ അരങ്ങേറുന്നത്? സ്കൂൾ കുട്ടികളുടെ ക്ലാസ് റൂമിൽ നടക്കുന്ന കാര്യങ്ങളാണിന്ന് ലോക്സഭയിൽ അരങ്ങേറി വരുന്നത്. ചെറിയ കാര്യങ്ങൾ പോലും ഊതി വീർപ്പിച്ച് ചർച്ചയാക്കുകയാണ് ലോക്സഭയിൽ. പാർലമെന്റ് അംഗങ്ങൾ പോക്കറ്റിൽ കൈവച്ച് സഭയിലേക്ക് നടക്കരുതെന്നാണ് ഓം ബിർളയുടെ ഉപദേശം. സംസാരിക്കുന്ന അംഗത്തിനു മുന്നിൽ എംപിമാർ കടന്നു പോകുന്നത് ഒഴിവാക്കണമെന്ന കാര്യവും അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. ബഹുമാന്യനായ അംഗം സംസാരിക്കുമ്പോഴെല്ലാം ആരും അദ്ദേഹത്തെ മറികടന്ന് അംഗത്തിന്റെ മുന്നിലുള്ള സീറ്റിൽ ഇരിക്കരുത്. നിങ്ങൾക്ക് പിന്നിലിരിക്കാം എന്നാണ് ബിർളയുടെ നിർദ്ദേശം. ഈ മാർഗനിർദ്ദേശം പാർലമെന്ററി നിയമങ്ങളുമായി യോജിപ്പിക്കുന്നു. പാർലമെന്ററി നിയമങ്ങൾ അനുസരിച്ച് അംഗം സഭയെയും ചെയറിനെയും അഭിസംബോധന ചെയ്യുന്ന സമയത്ത് മറികടന്നു നടക്കുന്നത് പാർലമെന്ററി മര്യാദയുടെ ലംഘനമായി കണക്കാക്കപ്പെടുന്നു എന്നാണ് ബിർളയുടെ വാദം. അതേസമയം പ്രധാനമന്ത്രിക്ക് മുന്നിൽ സ്പീക്കർ ഓം ബിർള തല കുനിച്ചെന്നാരോപിച്ച് രാഹുൽ ഗാന്ധി നേരത്തെ വിമർശനം ഉന്നയിച്ച സംഭവവും പാർലമെന്റിനകത്ത് അരങ്ങേറിയിരുന്നു. സഭയിൽ സ്പീക്കറേക്കാൾ വലുതായി ആരുമില്ലെന്നും സഭയിലെ എല്ലാവരും സ്പീക്കർക്ക് മുന്നിലാണ് തല കുനിക്കേണ്ടതെന്നുമായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. പ്രതിപക്ഷ നേതാവായ ശേഷം ലോക്സഭയിൽ നടത്തിയ കന്നി പ്രസംഗത്തിലായിരുന്നു രാഹുൽ ഇക്കാര്യം പറഞ്ഞത്. ലോക്സഭാ സ്പീക്കറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വേളയിൽ നടന്ന സംഭവമാണ് രാഹുൽ പറഞ്ഞത്. തനിക്ക് ഹസ്തദാനം നൽകിയപ്പോൾ നിവർന്നു നിന്ന സ്പീക്കർ പ്രധാനമന്ത്രിക്ക് ഹസ്തദാനം നൽകിയപ്പോൾ തല കുനിച്ചതായി രാഹുൽ പറഞ്ഞു. ഞാൻ അങ്ങയ്ക്ക് ഹസ്തദാനം നൽകിയപ്പോഴും മോദിജി ഹസ്തദാനം നൽകിയപ്പോഴും ഒരു വ്യത്യാസം ശ്രദ്ധിച്ചുവെന്നും എനിക്ക് മുന്നിൽ നിവർന്നു നിന്ന തങ്ങൾ മോദിജിക്ക് മുന്നിൽ തല കുനിച്ചു എന്നാണ് രാഹുൽ പറഞ്ഞത്. ലോക്സഭയിൽ അങ്ങയുടേതാണ് അവസാന വാക്കെന്നും അങ്ങ് പറയുന്നതെന്തോ അതാണ് ഇന്ത്യൻ ഭരണഘടനയെ വിശദീകരിക്കുക എന്നും സഭയിൽ സ്പീക്കർ ആർക്കു മുന്നിലും തല കുനിക്കേണ്ട കാര്യമില്ലെന്നും സഭയിൽ അങ്ങയ്ക്കാണ് പ്രാധാന്യമെന്നും രാഹുൽ സ്പീക്കറുടെ മുഖത്തു നോക്കി പറഞ്ഞിരുന്നു. എന്നാൽ തന്റെ സംസ്കാരം അങ്ങനെയല്ല എന്നായിരുന്നു രാഹുലിന് ഓം ബിർള മറുപടി നൽകിയത്. മുതിർന്നവരെ ബഹുമാനിക്കാനാണ് താൻ പഠിച്ചിരിക്കുന്നതെന്നും ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും അത് അങ്ങനെയായിരിക്കുമെന്നും സ്പീക്കർ പറഞ്ഞിരുന്നു. ഏതായാലും തമ്മിൽ വാക്കുതർക്കത്തിലേർപ്പെട്ടാണ് ലോക്സഭ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഇതിനിടയിൽ കേന്ദ്ര ബജറ്റിനെ കുറിച്ച് ലോക്സഭയിൽ നടന്ന ചർച്ചയിലും വൻ വാക്പോരാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നിയുടെ പരാമർശങ്ങളാണ് വിവാദത്തിലായത്. പ്രസംഗത്തിനിടെ ഖലിസ്ഥാൻ തീവ്രവാദി അമൃത്പാൽ സിംഗിനെ പിന്തുണയ്ക്കുന്ന തരത്തിലായിരുന്നു ചന്നിയുടെ പരാമർശം. മുൻ കോൺഗ്രസ് നേതാവും ഇപ്പോൾ BJP എംപിയുമായ രവനീത് സിംഗ് ബിട്ടുവിനെതിരെയും ചന്നി പരാമർശം നടത്തി. മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി ബിയാൻ സിംഗിന്റെ പേരക്കുട്ടിയാണ് രവനീത് ബിട്ടു. ബിയാൻ സിംഗ് രക്തസാക്ഷിയാണ്. എന്നാൽ അദ്ദേഹം യഥാർത്ഥത്തിൽ മരിച്ചത് ബിട്ടു BJPയിൽ ചേർന്നപ്പോഴാണെന്നാണ് ചന്നി പറഞ്ഞത്. ബിയാൻ സിംഗ് ചണ്ഡീഗഡിലെ ചാവേർ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. ബ്രിട്ടീഷ് ഭരണവും ഇപ്പോഴത്തെ നരേന്ദ്രമോദി സർക്കാരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ആകെയുള്ള വ്യത്യാസം നിറത്തിലുള്ളതാണ്. ഏകാധിപത്യ സ്വഭാവമാണ് മോദി സർക്കാരിനുള്ളതെന്നും ചന്നി സഭയിൽ തുറന്നടിച്ചു. നിറത്തിന്റെ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചത് സോണിയാഗാന്ധിയെ കുറിച്ചായിരിക്കും. സോണിയ ഏത് രാജ്യത്ത് നിന്നാണ് വന്നതെന്ന് ആദ്യം കോൺഗ്രസ് തെളിയിക്കട്ടെ എന്ന് ബിട്ടു പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. സോണിയാഗാന്ധിക്കെതിരായ പരാമർശത്തിനു പിന്നാലെ ബിട്ടുവിനെതിരെ പോർവിളിയുമായി പഞ്ചാബിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാർ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ എന്നായിരുന്നു പോർവിളി. ഈ സമയം ബിട്ടു വെല്ലുവിളി ഏറ്റെടുത്ത് പിന്നാലെ പോവുകയും ചെയ്തു. എന്നാൽ രാജ്നാഥ് സിംഗ് അദ്ദേഹത്തെ തടയുകയായിരുന്നു. സമാധാനം പാലിക്കാൻ അദ്ദേഹത്തോട് പ്രതിരോധ മന്ത്രി ആവശ്യപ്പെട്ടു. നിരവധി വിവാദങ്ങളിലൂടെ കടന്നു പോകുന്ന ലോക്സഭ എങ്ങനെയാകും മുന്നോട്ടു പോവുകയെന്നത് കണ്ടുതന്നെ അറിയണം.